ഒന്ന് വേഗം ഉറങ്ങും മുത്തശ്ശി, എനിക്ക് ഉറക്കം വരണോ. തിരുമ്മ നീയേ. എന്താ കുട്ടി, ഉറങ്ങിയില്ലേ? ആ മുറിയില് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാവുന്നു. പരിചയമില്ലാത്ത സ്ഥലല്ലേ, അതുകൊണ്ടാവും. ഇവിടെ കിടന്നോളൂ. ബാമേ, ഒരു കോസരി ഇവിടെ വിരിച്ചു കൊടുക്കൂ കുട്ടിക്ക്. ഓ, ഇള്ള കുട്ടിയല്ലേ, ഒറ്റയ്ക്ക് കിടന്ന പേടിക്കാൻ. നാമം ജപിച്ച് കണ്ണടച്ച് കിടന്നാ മതി, ഉറക്കം വരും. ഓ, നീ അധികം പറയണ്ട. നീ എന്നോട്ട് എന്റെ അടുത്തുനിന്ന് മാറിക്കിടന്നു തുടങ്ങിയത്. പേടിയില്ലാത്ത ഒരാള് മാത്രോ, വയസ്സറിയിക്കണേന്റെ തലേന്ന് വരെ കിടക്കയില് മുള്ളി എന്നെ മൂത്രത്തില് കുളിപ്പിച്ചിട്ടുള്ള ആളാ മുത്തശ്ശി. എനിക്കല്ലേ? അപ്പോഴേക്കും പിണങ്ങി. എന്റെ കാലൊന്ന് തിരുമു കുട്ടിയേ. എനിക്ക് വയ്യ. മുത്തശ്ശിയുടെ ഇള്ളക്കുട്ടിയോട് പറ തിരുമ്മി തരാൻ. ഓ, എന്താ മൂപ്പിലമ്മയ്ക്കൊരു കോപം? പണ്ട് കിടക്കയില് മുള്ളിരുന്ന കാര്യം ഈ കുട്ടിയോടൊന്ന് പറഞ്ഞുപോയി, അത് തന്നെ. അത്ര ഉള്ളോ? അത് ഇടയ്ക്കിടയ്ക്ക് അവൾ ഇപ്പോഴും ചെയ്യുന്നതല്ലേ? മോൾ ഉറങ്ങിയില്ല ഇതുവരെ? ഞാനൊരു ദുസ്വപ്നം കണ്ടു. ആ സുബ്രഹ്മണ്യം അതും ഇതുമൊക്കെ ആലോചിച്ച് കിടന്നിട്ടാവും. ഈ മുറിയിൽ കിടന്നോളൂ, ദുസ്വപ്നം ഒന്നും കാണില്ല. മുത്തശ്ശിയുടെ മുറിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആരും കുട്ടിയെ പിടിക്കാൻ ഇവിടെ വരില്ല. വന്നാലും ഞങ്ങൾ ആരും കുട്ടിയെ വിട്ടുകൊടുക്കുകയില്ല ആർക്കും. പോരെ, പ്രാർത്ഥിച്ചു കിടന്നോളൂ. അതെ, എന്റെ സ്വഭാവം കുട്ടിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. ചീത്തയാ, മഹാ ചീത്തയാ ഞാൻ. എന്താ പമ്മച്ചി? ഒന്നും അറിയില്ലല്ലേ? കുട്ടിയല്ലേ ആ പിള്ളേരോട് ഓരോ തോന്നിയാസം പറഞ്ഞു കൊടുത്തത്? എന്താ ചേച്ചി, എനിക്ക് മനസ്സിലായില്ല. എന്റെ പള്ളി വേണ്ട കേട്ടോ ഈ പൊട്ടങ്ങളി. എന്താ എന്താ പ്രശ്നം? അറിയില്ല, ബാമേച്ചി എന്തോ. എന്താടി ഈ കുട്ടി ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിള്ളേരൊക്കെ എന്നെ കളിയാക്കണു. എന്താ പറഞ്ഞു കൊടുത്തത്? അത് എന്താ അത് അവറ്റുള്ള എന്നെ കേം വിളിക്കണു. ഓ, കേയം, കിടക്കയില് മുള്ളി. നല്ല പേരല്ലേ കേയം. ഇനി മുതൽ നമുക്ക് അങ്ങനെ വിളിച്ചാലോ? എടി പോത്തിന്റെ മോളെ, അത് വേണിയല്ല, ലക്ഷ്മണ പറഞ്ഞു കൊടുത്തത്. ഇന്നലെ മുത്തശ്ശി പറയുമ്പോ തളത്തിൽ അവനും ഉണ്ടായിരുന്നു. അവനെ ഞാൻ കാണിച്ചു കൊടുക്കണ്ട. ലക്ഷ്മണല്ല, ഞാനാ പറഞ്ഞു കൊടുത്തത്. പാവം, എന്തിനാ മയ്യേട്ടാ? ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ലക്ഷ്മണ വധം ബാലെ കാണുവാൻ കുട്ടിയെ ഞാൻ ആർത്തവുമായി ക്ഷണിച്ചു കൊള്ളുന്നു. ലക്ഷ്മണ, നീ അല്ലേ ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്തത്? എന്താ ആ തലവരച്ച കുട്ടികൾ എന്നെ കളിയാക്കോ. കളിയാക്കേ? എന്തിന്? നിനക്കറിയില്ലേ അല്ലേ? എന്താ കാര്യം? മൂത്രമൊഴിച്ച കാര്യം. അത് ഞാനാ പറഞ്ഞേ. ആഹാ, കാണിച്ചു തരാം ഞാൻ. ഉണ്ണാൻ കൈ കഴുകി അങ്ങോട്ട് വാ. ഒരു ഭാഗം തരില്ല നിനക്ക്. ചേച്ചി, ഞാൻ ആ കുട്ടികളോട് പറഞ്ഞത് ചേച്ചി ഇന്നലെ എന്നോട് ദേഷ്യപ്പെടണേ. ഞാനൊരു നല്ല കാര്യമില്ലേ പറഞ്ഞേ. ഈ ബാമേച്ചിക്ക് ഇതെന്താ പറ്റിയ? എന്താടാ പ്രശ്നം? മഹേട്ടാ, ഒരാവശ്യമില്ലാണ്ട് ബാമേച്ചി എന്നോട് ചൂടാവാ. ഞാൻ ആ കുട്ടികളോട് വേലിയുടെ അപ്പുറത്ത് മൂത്രയിക്കായിരുന്നു പറഞ്ഞു. അതിനെന്താ ചേച്ചി എന്നോട് ചൂടാവണേ? എടാ, ബാമ ചെറുപ്പത്തിൽ കിടക്കയില് മുള്ളിയ കാര്യം ആ പിള്ളേരെ എങ്ങനെയോ അറിഞ്ഞവളെ കളിയാക്കി. അത് നീ പറഞ്ഞു കൊടുത്തതാണോന്ന് അവള് ചോദിക്കുന്നത്. അതാണോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി. ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, ബാമേച്ചി എന്തോ ചീൽത്തു പോണ്. അയ്യോ, ഇങ്ങനെ ഒരു മൂത്രം ഉണ്ട്. ബാമേച്ചി, ബാമേച്ചി, ചേച്ചി കിടക്കയിൽ മുള്ളി കേസ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആ കുട്ടികളോട് വേലിയുടെ അപ്പുറത്ത് മൂത്രം ഒഴിക്കാനുള്ള കാര്യം പറഞ്ഞേ. വേണ്ട, ഇപ്പൊ ഇനി കള്ളക്കഥ ഉണ്ടാക്കണ്ട. നീ പറയും, നീ അങ്ങനത്തെ. ചേച്ചി, ചേച്ചിയാണോ സത്യം? ചേച്ചി ബെഡിൽ യൂറിൻ പാസ് ചെയ്ത കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞാണ് സത്യം. ബാമേച്ചി, ഇതിൽ ആരോ കള്ളക്കളി കളിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം? കുഞ്ഞപ്പേണ്ട അമ്മയ്ക്ക് വയറുവാൻ എന്തിയെ? തന്നോട് ആരെ പങ്കെടുത്ത് കെട്ടിയെടുക്കാൻ പറഞ്ഞേ? ഈ വീട്ടിലേക്ക് എപ്പോഴും കയറി വരാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടടാ ചെറ്റേ. ഓടാ എരപ്പേ, ഇവിടെ പ്രധാനപ്പെട്ട യൂറിൻ പ്രശ്നം ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോഴാ. അല്ലെങ്കിൽ ഈ പോലീസുകാർ ഇങ്ങനെയാ. എവിടെ വരണോ അവിടെ എല്ലാം കഴിയുമ്പോ എത്തും, എവിടെ വരണ്ടയോ അവിടെ എല്ലാത്തിനും മുമ്പ് എത്തും. പോലീസുകാരനെ തൊട്ട് കളിക്കല്ലേ. കേരള പോലീസ് ആരാണെന്ന് ഇന്ന് നീ വിവരം അറിയും. ഇന്ന് രണ്ടും കൽപ്പിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. എടാ, എന്റെ തൊപ്പിയാടാ. അത് ഇത്രളായിട്ട് കിട്ടിയില്ലേ? തൊപ്പിയില്ലല്ലോ, ഒരു ജോലിയില്ലല്ലോ, പുലക്കാലം പോയി. കിട്ടൂടാ, ഇന്ന് കിട്ടും. ബാമേച്ചി നോക്കിക്കോ, ഇന്ന് ഞാൻ ഇവനെ കൊല്ലും. എന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനൊക്കെ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നതായതുകൊണ്ട് ഈ മുറ്റത്ത് ഞാൻ ചോര വീഴ്ത്തുന്നില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാടാ ചെറ്റേ. അവിടെ വെച്ച് കാണിച്ചു തരാം. പ്രശ്നം ബാമേച്ചി, എന്താ ബാമേച്ചി യൂറിൻ പ്രശ്നം? ഒന്നുമില്ല, മാതം പോ. അങ്ങനെ പോകാൻ പറ്റുമോ? ഞാൻ വേണമെങ്കിൽ ഐജിയെ വിളിക്കാം. മൂത്രത്തിൽ കല്ല് ഞങ്ങൾ അതുകൊണ്ട് കെട്ടിടാൻ പണിയാൻ പോയി പണിയോക്കണോ? നീ പോടാ.
നിങ്ങൾ തമ്മിൽ എന്തിനാ പ്രശ്നം? പ്രശ്നം വേറെയാ. ഭാമ കിടക്കയിൽ മൂത്രം ഒഴിച്ചതാ പ്രശ്നം. മാമേച്ചി കിടക്കയിൽ മൂത്രം ഒഴിച്ചു, ഇനിയും ഒഴിക്കും. കിടന്നുറങ്ങുമ്പോൾ കിടക്കയിലല്ലേ മൂത്രം ഒഴിക്കാൻ പറ്റൂ, അല്ലാതെ മൂത്രം ഒഴിക്കാൻ വേണ്ടി ബാത്റൂം പോയി കിടന്നുറങ്ങാൻ പറ്റുമോ? ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത ചെറ്റെ എന്നിട്ട് നാട് മുഴുവൻ പറഞ്ഞെടുക്ക. ഞാൻ എന്ത് പറഞ്ഞു താരീ പറഞ്ഞ? താനല്ലേ പറഞ്ഞ മാമേച്ചി കിടക്കയിൽ മൂത്രം ഒഴിച്ചു? അല്ല, കിടക്കയിൽ മൂത്രം ഒഴിക്കണേന് മരുന്നുണ്ട്. ആടലോടകത്തിന്റെ അല്ല, ചിറ്റാമൃത വള്ളി, കുറുന്തോട്ടി വേര്, ഇല്ലം കെട്ടിയല, 2 മണിക്കടുകും 2 ചുവന്നുള്ളി ഇവ സമം ചേർത്ത് അരച്ച് ഉരുട്ടിയെടുത്ത് എരുമനെയ്യിൽ മേമ്പൊടി ചേർത്ത് കഴിച്ച മൂത്രം ബ്രേക്ക് ഇട്ട പോലെ അവിടെ നിൽക്കും. പിന്നെ മുള്ളണെങ്കിൽ അന്നോടി ചോദിക്കണം. ആരും മൂത്രമൊഴിച്ച കേസാ പറഞ്ഞ? ഇവിടത്തെ ബാമക്കുട്ടി എന്താ മാമക്കുട്ടി മൂത്രം ഒഴിച്ചാ നിനക്കെന്താ? എല്ലാരും മരുന്നുണ്ടേ. നീ എന്താ പോസ്റ്റ്മാനോ അതോ വൈദ്യരോ? പോശ്വരാ. ഇത്രയും വലിയ പോലീസുകാരന് ഈ കേസ് അന്വേഷിച്ചില്ല. പിന്നെ നീ ആരാ നീ? മൂത്രം ഒഴിച്ചാ പോസ്റ്റ്മാനോ അല്ല, മരുന്ന് കൊണ്ടുവന്ന ഒരുത്തൻ. ഇവൻ ആര്? തന്റെ ഡോക്ടറോ? എന്റെ തൊപ്പി എവിടാ? എന്റെ തൊപ്പി എവിടെ? അതൊപ്പിയില്ലല്ലോ, ഒരു ജോലിയില്ലല്ലോ, പുലക്കാലം പോയ യുഗത്തിൽ. കോമ്പൗണ്ടിന്റെ പുറത്തുനിന്ന് കാണാടാ. മഹേഷിന് എവിടെ പോയേ? ഉച്ചയ്ക്ക് ഉണ്ണാനും വന്നില്ലല്ലോ. ഒന്ന് തൃശ്ശൂർ വരെ പോണ്ടി വന്നു. മുമ്പൊക്കെ എവിടെ പോകുമ്പോഴും എന്നോട് പറയായിരുന്നു. ഈയിടെയായിട്ട് മഹേഷിനൊരു മാറ്റമൊക്കെ കാണുന്നുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല മഹിയേട്ടോ. ഇതെന്താ കയ്യില്? ഇന്ന ആ കുട്ടി എവിടെ? വേണി കിട്ടിയോ? ഇല്ല. ലഡു എന്ന് പറഞ്ഞ എനിക്ക് പിന്നെ ഒന്നും വേണ്ട. ഭാമയുടെ കയ്യില് ഭരണായേ പിന്നെ മധുരം കാണാൻ കിട്ടാണ്ടായി. ദേ കിട്ടി. ആ, ഭാമിച്ച് അറിഞ്ഞ എന്നെ വഴക്ക് പറയാ. മുത്തശ്ശന് മധുരം തീരെ പാടില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? മൂത്രത്തില് പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. കള്ളനെ കയ്യോടെ പിടികൂടി ലഡ്ഡു കെട്ട് തന്നെയായിരുന്നു ഇവളെയും കൂട്ടുപിടിച്ച്. തുപ്പ് 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 തുപ്പ്. ഇങ്ങോട്ട് താ. മുത്തശ്ശൻ കാണാണ്ടിരിക്കാൻ മുറത്തിന്റെ പുറയിൽ ഒളിച്ചു വെച്ചതാ ഞാൻ. ഈ കുട്ടിക്ക് വല്ല കാര്യമുണ്ടോ? അത് ശരിയാണല്ലോ. നിന്നോടാരാ മുത്തശ്ശൻ ലഡ്ഡു എടുത്തു കൊടുക്കാൻ പറഞ്ഞത്? അത് മുത്തശ്ശൻ പറഞ്ഞപ്പോ. മുത്തശ്ശൻ പറഞ്ഞപ്പോ ദേ അധികം വിളച്ചിലെടുത്താലുണ്ടല്ലോ ആട്ടിച്ചനെ ചെവി കുറ്റിയാൻ പൊളിക്കും. പെൺകുട്ടികളായ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരുന്നോളം തപാമയെ കണ്ടുപഠിക്ക്. മതിയോ? അയ്യടാ പോരെ പോരെ. കുട്ടി വിഷമിക്കണ്ടോ. ഞാൻ ഇവക്കിട്ടൊരു പണി കൊടുത്തതല്ലേ. മോള് ചെയ്താ ശരി. മുതിർന്നവര് പറഞ്ഞാൽ അതനുസരിക്കുക. അത് എന്തായാലും. അല്ലാണ്ട് ഇവളെ പോലെ ധിക്കരിക്കുകയല്ല വേണ്ടത്. എന്താ മുത്തശ്ശ? പിന്നെ അല്ലാണ്ട് അല്ലാണ്ട് ഇവിടെ മതി. ഇത് നിന്റെ കൈ കൊണ്ട് അവക്ക് കൊടുത്തേ. ഇതെന്താ മഹി? ഇവക്ക് കുറച്ച് ഡ്രസ്സുകളാ മുത്തശ്ശി. ഇനി ഇതൊക്കെ നമ്മൾ വേണ്ട ഇവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ. കൊടുക്കടി. ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ, സ്വയം അങ്ങോട്ട് കൊടുത്താ മതി. ദാ. വേണ്ട, കരിയിലും പുകയിലും കഴിയുന്ന വാലിക്കരി തൊടണ്ട. നിവൃത്തിയില്ലല്ലോ. ഈ വാലിക്കാരിയല്ലേ ഞാൻ കെട്ടാൻ പോണത്. ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. വേണ്ടെന്ന് വെക്ക, ഇനിയുണ്ട് സമയം. ആ അതിപ്പോ എങ്ങനെയാ? എല്ലാരും കൂടെ പറഞ്ഞു ഉറപ്പിച്ചു പോയില്ലേ? അതെ, അത്രേ ഉള്ളു മഹേട്ടിന്. പറഞ്ഞുറപ്പിച്ചതിന്റെ പേരില് ഇഷ്ടമില്ലാച്ചിട്ടും സഹിക്കന്നെ അല്ലേ? അല്ലാണ്ട് ഒരിത്തിരി ഇഷ്ടം എന്നോട് ഉണ്ടായിട്ടല്ല. വേണ്ട മഹേട്ട, എല്ലാം കൊണ്ട് എന്നെക്കാളും ചേർന്ന ഒരു കുട്ടിയെ മഹേട്ടിന് കിട്ടും. അങ്ങനെ ആയിക്കോളും. എടി പോത്തെ, എന്നാൽ ഇത് ഇത്തിരി നേരത്തെ പറയാറുന്നില്ലേ? ഇനി എവിടെ പോയൊരു പെണ്ണെ കണ്ടുപിടിക്കുക? അല്ല എന്തിനാ ഇപ്പൊ വേറെ പെണ്ണെ തെരഞ്ഞു പോകുന്നത്? നമ്മുടെ വേണിയായാലോ സൗന്ദര്യമുണ്ട്, നിന്നെക്കാൾ ഇത്തിരി മൂപ്പും കുറയും, എല്ലാം കൊണ്ടും ചേരും. എന്താ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അത്രയ്ക്ക് പൊട്ടിയൊന്നല്ല. വന്ന് കേറിയപ്പോ തൊട്ട് എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട്, ഇവിടെ നല്ല നേരത്തല്ലേ ഈ പടി ചവിട്ടിയെന്ന്. അതാരാ നിന്റെ ഉള്ളിൽ നിന്ന് പറയണ ആള്? ഞാനറിയാതെ. കളിയാക്കണ്ട. എടി പോത്തെ, പോത്താച്ചിട മോളെ, ഈ കുശുമ്പും കുന്നായ്മയൊക്കെയുള്ള നിന്നെ അല്ലടി മഹിയേട്ടന് ഇഷ്ടം. നിന്നെ മാത്രം അല്ലടി ഇഷ്ടം. തഞ്ചാവൂരിന്നും തൂത്തുക്കുടി എന്നൊക്കെ ആരെങ്കിലും വന്നാ അതില്ലാണ്ടാവൂടി. എന്നാലും മഹേട്ടിന് ആ കുട്ടിയോട് ഇച്ചിരി ഇഷ്ടമുണ്ട്. അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? അവൾ ആരും ഇല്ലാത്ത കുട്ടിയല്ലേ? അതൊക്കെ ശരിയാ. അതാരും ഇല്ലാത്ത കുട്ടിയാണ്, പാവമൊക്കെ തന്നെയാ. എന്നാലും മഹേട്ടൻ വെള്ളം ചോദിക്കുമ്പോ ആ കുട്ടി എടുത്തു തരണതും മഹേട്ടിന്റെ ഷർട്ട് തേച്ച് തരണതും എനിക്ക് അത്ര പിടിക്കില്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം. എടി പോത്തെ, പിന്നെയും കുശുമ്പ് കുശുമ്പ്. വാ. പണ്ട് ഡിഫൻസിലായിരുന്ന കാലത്ത്
സഞ്ചാരം തന്നെയായിരുന്നു സഞ്ചാരം. പല നാടും ചുറ്റിയിട്ടുണ്ട്. ഒരു നാടും പക്ഷേ ഇത്രയ്ക്ക് മുത്തച്ഛന് ഇഷ്ടായിട്ടില്ല. ഇവിടുത്തെ കാറ്റും വെള്ളവും അത് വേറെ എവിടെ കിട്ടും? മോളെന്താ ആലോചിക്കണേ? ഒന്നുമില്ല, വെറുതെ അപ്പൂപ്പനെ ഓർത്തുപോയി. അപ്പൂപ്പനും ഇങ്ങനെയായിരുന്നു. എന്നും സന്ധ്യയ്ക്ക് പുഴക്കരയിൽ വന്നിരിക്കും, എന്നെയും കൂട്ടി. നിറയെ പടിക്കെട്ടുകളുണ്ട് പുഴയിലേക്ക് ഇറങ്ങാൻ. അവിടെ ഇരുന്ന് ഒരുപാട് കഥകൾ പറഞ്ഞു തരും, പാട്ട് പാടും. ഇനി ആ സ്ഥാനത്ത് ഈ മുത്തശ്ശനെ കണ്ടോളൂ. ഹലോ ഫ്രണ്ട്സ്. ഇവരെ എനിക്കിട്ട പേരാ 79 നോട്ട് ഔട്ട്. മുത്തശ്ശിക്കും ഉണ്ട് 74 നോട്ട് ഔട്ട്. അയ്യോ, എനിക്കറിയില്ല. അതെന്താ PC? പുതിയ ചേച്ചി. അത് കൊള്ളാം. ഭാമ കണ്ട വഴക്ക് പറയും, എന്നാലും ഒരു രസം. ഇടയ്ക്ക് ഞാനും കൂടാറുണ്ട് ഇവരോടൊപ്പം. പണ്ട് ഡൽഹിയിലും ജലന്ധറിലും ഒക്കെ ആയിരുന്നപ്പോ ബൗളിങ്ങിലായിരുന്നു കേമം. ഇപ്പോ വയ്യ, എന്നാലും ബാറ്റ് ചെയ്യാം. നോ ബോൾ, നോ ബോൾ. കറക്റ്റ് ആയിട്ട് ബൗൾ ചെയ്യ. നീ പറ. ഞാനില്ല. അയ്യോ, മുത്തച്ഛ, മുത്തച്ഛ പോലെ മുത്തച്ഛ. മുത്തച്ഛ മുത്തച്ഛ പെണങ്ങല്ലേ? വേണ്ട. അല്ലല്ലോ, പോട്ടെ. നമുക്ക് ക്രിക്കറ്റ് വേണ്ട, വേറൊരു കളിയുണ്ട്. മഞ്ചാടിക്കുരുവുണ്ട്. മഞ്ചാടിക്കുരുവുണ്ട് ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പറ്റും, പക്ഷെ മുത്തച്ഛൻ വേണം. ഇപ്പൊ മുത്തച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ബാ മുത്തച്ഛ. ഞാനില്ല. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, നല്ല മുത്തച്ഛനല്ലേ. വാ, നടക്ക്. ആ കയ്യൊന്ന് കാണിച്ചേ. കാണിക്കും മുത്തച്ഛ. ആ കൈ കാണിച്ചേ. ആ ആ കണ്ണടച്ചേ. ആ ഇനി കണ്ണു തുറന്നേ. ഇപ്പൊ ഞാൻ പറയട്ടെ മുത്തച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് പറയട്ടെ. ഇപ്പൊ ഞാനൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ ഈ കുട്ടി എന്തു പറയും? ഇതല്ലേ മുത്തച്ഛൻ വിചാരിച്ചത്, അല്ലേ? അതെ, അതല്ലേ മാജിക്. അത് മാത്രം പറ്റില്ല. ഇത് ഞാനല്ലേ ഇവൾക്ക് പഠിപ്പിച്ചു കൊടുത്തേ. അയ്യടാ.